ഇനിയും അല്പസമയം മിഷൻ ചലഞ്ച് നമുക്ക് ദൈവസഭയ്ക്ക് ശക്തമായ ഒരു നേതൃത്വ നിരയുള്ളപ്പോൾ തന്നെ ഒരു ഇവാഞ്ചലിസം ടീമിനെ ദൈവം തന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഷിജു യോഗന്നാൻ അവറുകളാണ്. ഈ രാജ്യത്തിൻ്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറുകളിലെല്ലാം ദൈവമക്കൾ ആ ടീം സജീവമായി കർത്താവിനെ സാക്ഷീകരിച്ചുകൊണ്ട് പോകുന്നു. എല്ലാ മാസത്തിൻ്റെയും ആദ്യ സാറ്റർഡേകളിലാണ് അത് ചെയ്യുന്നത്. ആ കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള ചില നിമിഷങ്ങൾ മിഷൻ ചലഞ്ചസിനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുകയും അവരുടെ പ്രവർത്തനത്തെ നമ്മെ അറിയിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കോൺഫറൻസിൽ കടന്നു വരുവാൻ സ്വർഗം നമ്മെ സഹായിച്ചല്ലോ. അതിനായി സകല മഹത്വവും സകല പുകഴ്ചയും സകല ബഹുമാനവും ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവിന് വ്യക്തമായി 2-3 ദിവസങ്ങളിൽ വ്യക്തമായി നമ്മളോട് ഇടപെടാനുണ്ട്, നമ്മളോട് സംസാരിക്കാനുണ്ട്. ഈ സെക്ഷനിൽ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയും മഹത്വവും പുകഴ്ചയും ബഹുമാനവും അർപ്പിക്കുന്നു. ഇവാഞ്ചലിസം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇവാഞ്ചലിസം സെക്ഷൻ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ചച്ചക്കോട് യുവിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തദാസൻ പാസ്റ്റർ ജോ കുര്യൻ അവറുകൾ, അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് ജോർജ്, നാഷണൽ സെക്രട്ടറി ബിജു ചെറിയാൻ, നാഷണൽ ട്രഷറർ മാമച്ചായൻ, മറ്റെല്ലാ ബഹുമാന്യ കർത്തൃദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ഗസ്റ്റ് സ്പീക്കേഴ്സായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തദാസൻ പാസ്റ്റർ എബി അയിരൂർ കുടുംബം, മറ്റ് യൂത്ത് സ്പീക്കേഴ്സ്, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രതികാൽ ചച്ചക്കോട് യുവിൻ്റെ ഇവാഞ്ചലിസം മിനിസ്ട്രി വളരെ നല്ല നിലയിൽ ശക്തിയോടെ പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം 2 വർഷമായി ദൈവം നമ്മെ ശക്തമായി സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാജ്യത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ എല്ലാ മാസത്തിൻ്റെയും ആദ്യത്തെ സാറ്റർഡേയിൽ രാവിലെ 10:30 മുതൽ വൈകിട്ട് 5:30 വരെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, സുവിശേഷത്തെ ഘോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ വിവിധ സെക്ഷനുകളിലായി നമുക്ക് ആ മീറ്റിംഗ് നടത്തുവാൻ ദൈവം സഹായിക്കുന്നു. രാവിലെ 10:30 മുതൽ ഔട്ട്റീച്ച് മിനിസ്ട്രി, സ്ട്രീറ്റ് പ്രയർ, പേഴ്സണൽ ഇവാഞ്ചലിസം, എംപവർ മീറ്റിംഗ്, ഗോസ്പൽ മീറ്റിംഗ് എന്നീ നിലകളിൽ വിവിധ സെക്ഷനുകളിലായി ചെല്ലുന്ന പട്ടണങ്ങളിൽ ഒരു പകൽക്കാലം മുഴുവൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകാൽ ഞാൻ ചച്ചക്കോടിൻ്റെ എല്ലാ ദൈവസഭകളോടും ലോക്കൽ സഭകളോടും നന്ദി പറയുകയാണ്. കാരണം ഇവാഞ്ചലിസത്തിന് ശക്തമായ പ്രാധാന്യം കൊടുക്കുന്ന അഭിഷക്ത ദൈവദാസന്മാർ, കുടുംബങ്ങൾ നമുക്കുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുഹൃദയമാണ്. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത മഹാനിയോഗമാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സുവിശേഷ വേല ഇല്ലാതെ നമുക്കൊരു ക്രിസ്തീയ ജീവിതമില്ല. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അടുത്ത് ചെന്ന്, പുതിയ നിയമത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, യേശു ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നു, അവർ യേശുവിൻ്റെ അടുത്ത് വന്നു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന് വലിയൊരു റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കാനുണ്ട്. നമുക്കറിയാം, നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ അടുത്ത് ചെല്ലുന്നത് എന്തിനാ? അടുത്ത് ചെവിയിലൊക്കെ ചെന്ന് സംസാരിക്കാറുണ്ട്. എന്തിനാ പറയുന്നത്? അല്ല, എന്തോ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രിയപ്പെട്ടവരോട് കൺവേ ചെയ്യേണ്ടതിനാണ്
ഏറ്റവും അടുത്ത് ചെല്ലുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെടുവാനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മേൽ ഒരധികാരം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. എൻ്റെ മേലുള്ള അധികാരം ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യാൻ പോവുകയാണ്. ഈ അധികാരവും കൊണ്ട് വേണം നിങ്ങൾ പുറപ്പെടാൻ. ഹല്ലേലൂയ. നിങ്ങൾ പുറപ്പെടേണ്ടത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. അപ്പോൾ കർത്താവ് കൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അതൊക്കെയും പ്രമാണിക്കേണ്ടതിന് ഉപദേശിച്ചും കൊണ്ട് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ ഇതിനകത്ത് കൽപ്പനയുണ്ട്, ഇതിനകത്ത് ഉപദേശമുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറപ്പെടണം. അപ്പോൾ ചച്ചങ്കോടിന്റെ ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു പുറപ്പാടാണ്. ഹല്ലേലൂയ. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത മഹാനിയോഗവുമായി പുറപ്പെടുവാനാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, കർത്താവിന്റെ തിരുഹൃദയമാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ മടങ്ങി ഭവനത്തിലേക്ക് പോകുമ്പോൾ കർത്താവിന്റെ തിരുഹൃദയവുമായി, കർത്താവിന്റെ മഹാനിയോഗവുമായി വേണം ഇവിടുന്ന് പുറപ്പെട്ടു പോകാൻ. മറന്നു പോകരുത്. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് ലജ്ജ കൂടാതെ യേശുവിനെ പറയുവാൻ, ആ മഹാനിയോഗത്തെ കൊണ്ടു നടക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ മഹാനിയോഗം, കർത്താവിന്റെ തിരുഹൃദയം കൊണ്ടു നടക്കുവാൻ എന്നെയും നിന്നെയും ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഏകദേശം 40 ദിവസത്തോളം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം ഞാൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത മഹാനിയോഗമാണ് സുവിശേഷ വേല എന്നുള്ളത്. ഹല്ലേലൂയ. ആ മഹാനിയോഗം കൊണ്ടു നടക്കുവാൻ 2 വർഷമായി ചച്ചങ്കോടിന്റെ യുവിന്റെ ഇവാഞ്ചലിസം മിനിസ്ട്രിയെ ശക്തമായി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. സകല മഹത്വവും പുകഴ്ചയും ബഹുമാനവും സർവശക്തനായ ദൈവത്തിന് അർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ലോക്കൽ സഭകൾ ഈ 2 വർഷമായി എല്ലാ പട്ടണങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ലോക്കൽ സഭകൾ ഹല്ലേലൂയ ഞങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും സഹകരിക്കുകയും എല്ലാ മേഖലകളിലും ഭൗതികമായും സാമ്പത്തികമായും പ്രാർത്ഥനയിൽ കൂടെയും സഹായിക്കുന്ന എല്ലാ ലോക്കൽ ചർച്ചുകളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ സുവിശേഷ വേല എന്ന് പറയുന്നത് കർത്താവിന്റെ ഹൃദയമാണ്. സുവിശേഷ വേല എന്ന് പറയുന്നത് ഇതൊരു മഹാനിയോഗമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് വിശ്വസിക്കുന്ന ഏവനും ദൈവശക്തിയാകുന്നു. We are not ashamed of the gospel of Jesus Christ, because that is the power of God. Those who believeth in him shall not perish but have eternal life. Hallelujah. ഈ മഹാനിയോഗത്തെ കൊണ്ട് നടക്കുവാൻ ഈ വർഷം ചിലരെ കൂടെ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ സുവിശേഷ വേലയ്ക്ക് ഈ പട്ടണത്തിൽ എനിക്കൊരു ചുമൽ കൊടുക്കണം? ഏറ്റവും വലിയൊരു വേലയാണ് സുവിശേഷ വേല. ഒരു ദൈവദാസന്റെ ടെസ്റ്റിമണി എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്. ഡോക്ടർ ബില്ലിഗ്രാമിന് എന്നൊക്കറിയാം. അദ്ദേഹത്തിന് പ്രസിഡന്റിൽ സ്ഥാനത്തേക്ക് പ്രസിഡന്റായി മത്സരിക്കുവാൻ ഒരു ഓഫർ കിട്ടി. മീഡിയക്കാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പ്രസിഡന്റായി മത്സരിച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റായി നിങ്ങൾ മാറും. അദ്ദേഹം 2 ദിവസം കഴിഞ്ഞ് ഈ വന്നവരോടൊക്കെ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, ആരാധ്യനായ ദൈവം, പരിശുദ്ധനായ ദൈവം, നിത്യനായ ദൈവം, ആ രാജാതി രാജാവിന്റെ, ആ കർത്താതി കർത്താവിന്റെ മഹാനിയോഗത്തെ പേറി അല്ലെങ്കിൽ ആഫ്രിക്കൻ ഖണ്ഡങ്ങളിൽ ഭൂഖണ്ഡങ്ങളിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരത്തിൽ ഹല്ലേലൂയ ഇത് വലിയൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കാൾ സുവിശേഷകൻ എന്നുള്ള സ്ഥാനം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനൊരു സുവിശേഷകനാണ്. അതിനപ്പുറത്തൊരു ദൗത്യം, അതിനപ്പുറത്തൊരു ജോലി എനിക്ക് ഈ ഭൂമിയിൽ കിട്ടാനില്ല.
അതാണ് സുവിശേഷവാലയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് തിരിച്ചറിയുന്നുണ്ട്? കർത്താവിന്റെ നിയോഗത്തെ കൊണ്ട് നടക്കുവാൻ, കർത്താവിന്റെ ഹൃദയത്തെ കൊണ്ട് നടക്കുവാൻ ഇന്ന് ഈ കോൺഫറൻസിൽ ചിലരെ ദൈവം അന്വേഷിക്കുന്നു. അടുത്ത മാസം നമുക്ക് ഈ കോൺഫറൻസ്, നമ്മുടെ ഇവാഞ്ചലിസം മിനിസ്ട്രി നടക്കുന്നത് ആഷ്ഫോർഡിലുള്ള നമ്മുടെ ചർച്ചിലാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ ആഷ്ഫോർഡ് ചർച്ചിലാണ് നടക്കുന്നത്. പാസ്റ്റർ റോമാജിയുടെ ചർച്ച്. ആ ചർച്ചിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവാഞ്ചലിസം മിനിസ്ട്രി ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ എൻ്റെ മുമ്പിൽ തന്ന സമയം തീരുകയാണല്ലോ. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകരെ സ്നാനപ്പെടുവാൻ, കർത്താവിന്റെ മുഖം അന്വേഷിക്കുവാൻ ദൈവം സഹായിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുവാനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കാതെ എങ്ങനെ പോകും? സുവിശേഷം പറയുന്നവന്റെ കാൽ എത്ര മനോഹരം! ഹല്ലേലൂയ. എന്നെയും നിന്നെയും കർത്താവ് വിളിക്കുകയാണ്. പട്ടണത്തിൽ എന്നെയും നിന്നെയും ദൈവം കൊണ്ടുവന്നത് കർത്താവിന്റെ തിരുഹൃദയത്തെ കൊണ്ട് നടക്കുവാൻ, കർത്താവിന്റെ മഹത്വത്തെ ഉയർത്തുവാൻ, ആ മഹാനിയോഗത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു എന്നൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകാവൂ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീമിനെ ചർച്ച് ഓഫ് ഗോഡിന് ദൈവം തന്നിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഇവാഞ്ചലിസം ടീം, അനുഗ്രഹിക്കുന്ന കോർഡിനേറ്റേഴ്സ്, ഏരിയ കോർഡിനേറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. പാസ്റ്റർ ഡേവിഡ്സൺ, പാസ്റ്റർ പുന്നൂസ്, പാസ്റ്റർ അജേഷ് എന്നീ അഭിഷക്ത ദൈവദാസന്മാർ ശക്തിയോടെ ഈ പ്രവർത്തനത്തിന് ഹല്ലേലൂയ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ അവരുടെ കുടുംബം, അവരുടെ കുഞ്ഞുങ്ങൾ 5-6 മണിക്കൂറുകളൊക്കെ യാത്ര ചെയ്ത് ഈ സുവിശേഷ വേലയിൽ ശക്തരായി നിൽക്കുന്നു. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നമുക്ക് പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്ന ടീമുണ്ട്. ഇവാഞ്ചലിസ്റ്റ് ജോൺ അബ്രഹാം, സിസ്റ്റർ ജൂഡി, അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്ന ഒരു ടീം നമുക്കുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ക്വയർ മെമ്പേഴ്സ് നമുക്കുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സ്ട്രീറ്റ് ക്വയർ, ൊക്കെ നിന്ന് പാടാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെയും ഈ രാജ്യത്തിന്റെ പല ടൗണുകളിൽ നിന്ന് അല്ലെങ്കിൽ ലജ്ജ കൂടാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്താൻ കുറച്ച് യൗവനക്കാരെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ലജ്ജ കൂടാതെ കർത്താവിന്റെ നാമത്തെ സ്ട്രീറ്റുകളിൽ ഉയർത്തുവാൻ ഒരു സ്ട്രീറ്റ് ക്വയറിനെ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഹല്ലേലൂയ, 5 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള മാതാപിതാക്കൾ വരെ നമുക്ക് ഇവാഞ്ചലിസം ടീമിൽ ശക്തമായി ടീമിനോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഈ സമയം ഞാൻ ഇവാഞ്ചലിസം ടീമിനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഒരു പാട്ടുപാടി ദൈവനാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇവാഞ്ചലിസം ടീം മുന്നോട്ട് കടന്നു വന്നാണ്. ഈ പാട്ട് ഞങ്ങളുടെ ഇവാഞ്ചലിസം ടീമിന്റെ കോർഡിനേറ്റർ, ഏരിയ കോർഡിനേറ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ഡേവിഡ്സന്റെ തൂലികയിൽ വിരിഞ്ഞ അതിമനോഹരമായ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. ഈ ഗാനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന്റെ നാമത്തെ ഉയർത്താം. നിങ്ങളുടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, thank you Jesus. Lord of lords, mighty Lord of hosts, Jesus, Jesus, Jesus is the King, King of kings, Lord of lords, mighty Lord of hosts. Listen to the word of God, repent all your sins. Jesus Christ saved from all. Salvation is sure to all. Jesus, Jesus, Jesus is the King of kings, Lord of lords, Lord of lords, mighty Lord of hosts. Praise the Lord. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. Praise the Lord. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡേവിഡ്സൺ ഡേവിഡ് എഴുതിയ
വളരെ അനുഗ്രഹീതമായ ഒരു ഗോസ്പൽ സോങ്ങാണ് ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2025 ജനുവരി മാസം മുതൽ ആരംഭിച്ച അനുഗ്രഹീതമായ ചർച്ച് ഓഫ് ഗോഡ് UK&Uവിൻ്റെ അനുഗ്രഹീതമായ ഈ സുവിശേഷ പരമ്പരയുടെ ഈ നിമിഷം ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി കർത്താവിന് സകല മാനവും മഹത്വം പുകഴ്ചയും ബഹുമാനവും സ്തുതിസ്തോത്രങ്ങൾ ആരാധന കർത്താവിൻ്റെ തൃപ്പാദത്തിൽ ആദരവോട് അർപ്പണം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഈ പാട്ട് പാടുമ്പോൾ തന്നെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളോട് ചേർന്ന് ഈ കർത്താവിനെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവം സഹായിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. ഉയർത്തി നോക്ക് സഭേ, കിടക്ക വിട്ടുണർന്നുയർന്നു നോക്കൂ, എടുത്തു കൊയ്ത്തിനായി പാടമൊന്നായി കൊയ്തിടാനൊരുമ്പിടാനൊരുങ്ങാ. ശിരസ്സുയർത്തി നോക്കു സഭേ, കിടക്ക വിട്ടുണർന്നുയർന്നു നോക്കൂ, എടുത്തു കൊയ്ത്തിനായി കൊയ്തിടാനൊരുമ്പിടാനൊരുങ്ങാ. വിതച്ചവർ വിതച്ചു, വിയർത്തുവേല ചെയ്തു. വിതച്ചവർ വിതച്ചു, വിയർത്തുവേല ചെയ്തു. ഗമിച്ചവർ നമുക്കു മുമ്പേ കൊയ്ത്തു കാത്തിടാതെ, ഗമിച്ചവർ നമുക്കു മുമ്പേ കൊയ്ത്തു കാത്തിടാതെ. ശിരസ്സുയർത്തി നോക്കു സഭയെ, കിടക്ക വിട്ടുണർന്നുയർന്നു നോക്കൂ, എടുത്തു കൊയ്ത്തിനായി പാടമൊന്നായി കൊയ്തിടാനൊരുങ്ങിടാനൊരുങ്ങാ. ഘോരമുഖം ചുമന്ന് എത്രയോ പേർ നാശയോഗ്യരായി. ശത്രുവിൻ ഘോരമുഖം ചുമന്ന് എത്രയോ പേർ നാശയോഗ്യരായി. പോകുന്നു പാതാളത്തിനാടുകളായി, നേരറിയാതെ അന്ധരായി. പോകുന്നു പാതാളത്തിനാടുകളായി, നേരറിയാതെ അന്ധരായി. ോടു വിതച്ചീടും കൊടുക്കൂടൊരു കൊയ്ത്തുണ്ട്. അസുക്കളോടു വിതച്ചീടും കൊടുക്കൂടൊരു കൊയ്ത്തുണ്ട്. വേലക്കിറങ്ങാം നാഥൻ വിളിക്കുന്നു, നേടിടാം സരസ്വങ്ങൾ. വേലക്കിറങ്ങാം നാഥൻ വിളിക്കുന്നു, നേടിടാം സരസ്വങ്ങൾ.
താങ്ക് യു. ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. എവാഞ്ചലിസത്തെ പറ്റി നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ ട്രാക്റ്റ് അവിടെ വിതരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ബൈബിൾ ഫ്രീ ആയിട്ട് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇവാഞ്ചലിസത്തിന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.